അല്ല, പാർട്ടിയിൽ തന്നെ പലരും പറയുന്നു സിനിമയെ കാണണമെന്ന്. പക്ഷേ അവർ ഇതിനെതിരെ നേരെ ഓപ്പോസിറ്റായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു. വളരെ എന്താ കൊട്ടിഘോഷിച്ച് ആശയം കൊണ്ട് എതിർക്കണമെന്നൊക്കെ പറയുകയും എതിർക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അവരുടെ നേതാക്കന്മാരുടെ കയ്യിലെ എന്താ ചുടലിട്ട നായ്ക്കളെ പോലെ കുരയ്ക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആശയം കൊണ്ട് തന്നെ എതിർക്കണം. മനസ്സിലായില്ലേ? ഇപ്പം മാധ്യമങ്ങൾക്ക് പോലും പറ്റാത്ത കാര്യം ഈ സിനിമയിലൂടെ മുരളി ഗോപി അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലൂടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന ഡയറക്ടർ അത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ. കാരണം ഇത് കേരളത്തിൽ എന്താ മതസൗഹാർദ്ദം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ ഇത് മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഇത് കണ്ട് ഇത് ചർച്ചയാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് കാര്യങ്ങൾ കുറേ കൂടി മനസ്സിലാവാൻ നന്മയുടെ പൊളിറ്റിക്സ് ഇന്ത്യയിലോട്ട് വരണം. ജനാധിപത്യപരമായ പൊളിറ്റിക്സ് ഇന്ത്യയിലോട്ട് വരണം. ഇനി അത് ബാധിക്കില്ല. ഓൾറെഡി ഇതിൻ്റെ ഒരു പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞു. പോസിറ്റീവായിട്ട് ഇതിനെ ജനം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു 1 വർഷം തിയേറ്ററിൽ ഓടാനുള്ള വകുപ്പുണ്ട്. കാരണം ഇത് ആദ്യം ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും പിന്നീട് അത് കാണുമ്പോൾ അതിൻ്റെ അതിൻ്റെ കാമ്പ് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ വീണ്ടും കാണുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തവണ കണ്ടെങ്കിൽ എനിക്ക് വീണ്ടും കാണണമെന്നുള്ള ഇപ്പം തോന്നുന്നുണ്ട്. ആദ്യം ഒരു ലാലേട്ടൻ മാജിക് പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ ലാലേട്ടൻ മാജിക് ഉണ്ട്. ലാലേട്ടൻ എന്നുള്ള മഹാപ്രതിഭയിലൂടെ തന്നെയാണ് ഈ സിനിമയിലെ ഈ വിഷയങ്ങൾ പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ച് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ ഒരു സിനിമയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? എങ്ങനെയുണ്ട് പടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് കമ്പയറിംഗ് ടു ലൂസിഫർ കുറച്ചുകൂടെ ഒരു പീസ് ലൈക്ക് താന്നൂന്നല്ല, ലൈക്ക് ഒരു കാം മൂവിയാണ്. അപ്പം L3 നല്ല ബേസ് ഇട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നി. ഓൾ ഗുഡ്. എങ്ങനെയുണ്ട് പടം? എന്താണ് ഇഷ്ടപ്പെട്ടത്? നല്ല പടം. എന്തോ മൂന്നാം ഭാഗം വരെയല്ലേ? കൊള്ളാം പടം. അത് പിള്ളേരെ കൊണ്ടുവന്നതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്തു. പടത്തിൽ ഓക്കെ, പിള്ളേരെ കൊണ്ടുവന്നതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്തു. ദീപക് ദേവിന്റെ മ്യൂസിക് ഒട്ടും ശരിയായിട്ടുണ്ട്. ചില പല സീൻസിന്റെ ദീപക് ദേവ് ഒട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമില്ല. സ്ക്രിപ്റ്റിൽ ചില ഫ്ലോസ് ഉണ്ട്. അവസാനം തെലുങ്ക് സിനിമ പോലെ ആയിക്കഴിഞ്ഞു. അല്ലാതെ സെക്കൻഡ് ടൈം ഓക്കെ കൊള്ളാം. ബാക്കി ടൈലറ്റൊക്കെ ലാസ്റ്റ് ആയപ്പോൾ ഇത് നല്ല മോശമായി. കേട്ടിലോട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവരായി. കൊള്ളാം, നല്ല സൂപ്പർ ഡയറക്ഷൻ പൊളി. ഡയറക്ടറിനെക്കാളും പൃഥ്വിയുടെ ഡയറക്ഷൻ ആക്കി. എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? നല്ല മേക്കിംഗ് ആയിരുന്നു. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടന് ഉള്ള കൊള്ളാം നല്ല യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ കംപ്ലീഷൻ ചെയ്ത് കാണുമ്പോൾ നമുക്ക് നല്ല രസം. ലാലേട്ടനൊക്കെ അടിപൊളിയാണ്. എല്ലാവരും കണ്ടിട്ട് ഇതൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ടു. രണ്ട് ടൈപ്പാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഭയങ്കര നൈസായിരുന്നു. ലാലേട്ടൻ നൈസാണ്, ഡയറക്ഷൻ നൈസാണ്, സിനിമാറ്റോഗ്രാഫി ഭയങ്കര നൈസാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. മൊത്തത്തിൽ വേറെ എന്താണ് ഇഷ്ടപ്പെട്ടത്? വേറെ എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരുപാട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസാണ്. പിന്നെ പാട്ടുകൾ ഒരുപാട് ഇല്ലല്ലോ, കുറച്ച് പാട്ടുകളുള്ളൂ. ലാസ്റ്റ് എമ്പുരാന് നൈസ്, ഏറ്റവും നൈസാണ്. ഇത് പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം കൊള്ളാം, കുഴപ്പമില്ല, നന്നായി എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം മോഹൻലാല് മൊത്തം ഒരു ടഫായിട്ടാണ്. പക്ഷേ മൊത്തത്തിൽ നല്ല ഡയറക്ഷനും എഫക്ട്സും കാര്യങ്ങളും എല്ലാം. മേക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിംഗ് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ഡീറ്റെയിലിംഗ്, എല്ലാം കൊള്ളാം. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ ടോപ്പ് ആരെ പറയണം? എല്ലാം എടുത്തേക്കണ എല്ലാം സാധനം പൊളി സാധനം.
ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് വൈബ് അടിച്ചതാണ്.